ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാവക്കാട് നാലുമണിക്കാറ്റെന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആസ് യൂഷ്വൽ എന്നും ലേറ്റ് ആണല്ലോ. അത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 6 മണിയായി. അപ്പം 4 മണിക്കാറ്റ് കാണാൻ പറ്റില്ല, 6 മണിക്കാറ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, പാർക്കിംഗ് വരെ ഫുള്ളായിരുന്നു. ഇവിടെയാണെങ്കിൽ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഹിച്ചൂട്ടനാണെങ്കിൽ ഹോഴ്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ തന്നെയാണെങ്കിൽ കുറേ ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ടായിരുന്നു. ജ്യൂസും സ്നാക്സും ടീയും എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ ലൈറ്റ്നിങ്ങും കൂടി സെറ്റ് ചെയ്തപ്പം ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ. ഇവിടെ തന്നെ ഒരു ചെറിയ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ. അടിപൊളി പാട്ടുകളൊക്കെ ഇടുമായിരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുമായിരുന്നു. എബിക്കുട്ടിനും ഇച്ചുട്ടിനും ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, പിന്നെ അവരാണെങ്കിൽ സ്റ്റേജ് നന്നായി എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു അവർ. In sin so long, all the feels are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. Roller coaster, take me to a better time. അങ്ങനെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കാണാൻ എന്ത് ഭംഗിയാണ്. പെർ പേഴ്സണിനാണെങ്കിൽ 10 റുപ്പീസേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. അങ്ങനെ ഇവിടെ ആണെങ്കിൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യുന്നതെല്ലാം ഉണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം കയാക്കിങ്ങിൻ്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് ഒക്കെ ഉണ്ട് കയാക്കിങ്ങിന്. നമ്മളെ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റിയില്ല. ഇച്ചായൻ എന്തായാലും പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും കയാക്കിങ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വെച്ചു. അപ്പം പെഡൽ ബോട്ടും ഉണ്ട്, വഞ്ചിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെഡൽ ബോട്ടിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വഞ്ചിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് വഞ്ചിയിൽ പോകാം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരുമില്ല. എല്ലാവരും ആണെങ്കിൽ പെഡൽ ബോട്ടിലേക്കാണ് കയറാൻ എല്ലാവർക്കും താല്പര്യം. എന്തായാലും ഞങ്ങൾക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ തന്നു. പെർ പേഴ്സണ് 50 റുപ്പീസേ ഉള്ളൂ ബോട്ടിങ്ങിന്. പെഡൽ ബോട്ടിങ് ചെയ്യുന്നതാണെങ്കിൽ 7:30 വരെ ഉള്ളൂ ടൈമിങ്. വഞ്ചിയിൽ പോകുന്നത് 9:30 വരെ ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ഈ വഞ്ചിയിലാണെങ്കിൽ ഈവനിങ് ടൈമിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു, ആ സീനറിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഏത് സൈഡിലാണ് ഇരിക്കുന്നത് ആ സൈഡിലേക്ക് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കാണാൻ. ഈ വഞ്ചി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴും ലൈറ്റ്നിങ് ഒക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗി തന്നെയായിരുന്നു. എബിക്കുട്ടിനും ഇച്ചൂട്ടിനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ ഈ ക്രാക്കേഴ്സും ഒക്കെ ബേസ്റ്റ് ചെയ്യുമ്പോഴും ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അവർ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ എബിക്കുട്ടനാണെങ്കിൽ അങ്കിളിനോട് പറയുന്നുണ്ട്, അങ്കിളെ കുറച്ചും കൂടി സ്പീഡൊന്ന് കൂട്ടാനെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ വഞ്ചിയിൽ പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ദൂരേന്ന് എബിക്കുട്ടനാണെങ്കിൽ പ്ലേ ഏരിയ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ബോട്ടിങ്ങും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, അവന് പിന്നെ പ്ലേ ഏരിയയിൽ പോയി കളിക്കണമെന്നായിരുന്നു അവൻ്റെ ജ്വരം. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് കരയിലെത്തി. ചൂട്ടനാണെങ്കിൽ ആകെ വാശി പിടിക്കുന്നു. അവനാണെങ്കിൽ ആ ജാക്കറ്റ് ഇട്ടിട്ട് അവന് അങ്ങ് ചൂടും ഭയങ്കര ഒരു ഇറിറ്റേഷനും ആയിരുന്നു. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. കുറേ അടുത്താണെങ്കിൽ ഹാർട്ടിന് സിമ്പിളൊക്കെ വെച്ച് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ പ്ലേ ഏരിയയിലെത്തി. ഇവിടെയാണെങ്കിൽ ഐസ്ക്രീം സ്പോട്ടും ഫുഡ് സ്പോട്ടും ഒക്കെ ഉണ്ട്. സീറ്റിങ്ങിന് അറേഞ്ച്മെൻറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എബിക്കുട്ടനാണെങ്കിൽ കളിക്കുന്നതിൻ്റെ ജ്വരമായതുകൊണ്ടാന്ന് തോന്നുന്നു ഐസ്ക്രീമൊന്നും അവൻ കണ്ടില്ല. എന്തായാലും കുട്ടികൾ രണ്ടുപേരും പാർക്കിൽ വന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. ഇച്ചൂട്ടൻ്റെ ആണെങ്കിൽ ആ ഇറിറ്റേഷനൊക്കെ മാറി. പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇറിറ്റേഷനെല്ലാം മാറി. അവനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. എന്തായാലും കുട്ടികൾ കളിക്കല്ലേ, അപ്പം ഞങ്ങൾ പോയി പിസ്തയുടെ ഐസ്ക്രീം പോയി മേടിച്ചുകൊണ്ട് വന്നു. ബിക്കുട്ടനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്നു ഐസ്ക്രീം കഴിക്കാൻ. അവനാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണമെന്നും ഉണ്ട് കളിക്കണമെന്നും ഉണ്ടായിരുന്നു. രണ്ട് മനസ്സായിട്ട് അവൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ എന്തായാലും ചാവക്കാട് വരുവാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു സ്റ്റോള് കണ്ടു, കുലുക്കി ഹബ്ബ്. അപ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അവിടെ കുലുക്കി സർബത്ത് ഉണ്ടെന്ന്. അങ്ങനെ ഞാനും ഇച്ചാനും ആണെങ്കിൽ കുലുക്കി സർബത്ത് ട്രൈ ചെയ്തു. ഞങ്ങൾ പച്ചമാങ്ങയുടെ കുലുക്കി സർബത്താണ് ട്രൈ ചെയ്തത്. അപ്പോൾ പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ മാങ്ങ തന്നെ ട്രൈ ചെയ്തു. എന്താ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ആ പുളിയും ആ പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കുലുക്കി ശർബത്ത് ഉണ്ടാക്കുന്ന ആള് ഗ്ലാസ് ഒക്കെ എടുത്ത് എറിയായിരുന്നു. അപ്പം ഞാൻ ഇച്ചാനോട് ചോദിച്ചു, ഇച്ചായ ഇതൊന്നും പൊട്ടൊന്നും ഇല്ലേന്ന്. അതൊക്കെ അവർ എക്സ്പേർട്ടാന്ന് പറഞ്ഞു. അത് കണ്ട് എബിക്കുട്ടൻ ഓടി വന്ന് എന്താ ഈ അങ്കിള് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ അവനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അവനും കുടിച്ചു, അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഇച്ചായനാണെങ്കിൽ ചില്ലിലിട്ട കുപ്പിയിലാണെങ്കിൽ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഇച്ചായനൊരു ടെൻഡൻസി അതൊന്ന് കഴിക്കാൻ. പിന്നെ ഇച്ചായനാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിനി അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ തട്ടുകട ഫുഡുകളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. തട്ടുകടത്തെ ഫുഡാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചു. ഞങ്ങൾ കപ്പ കഴിക്കാനാണ് പോയത്, പക്ഷേ കപ്പയൊക്കെ അങ്ങ് തീർന്നു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. ടിൽ ദെൻ ബൈ.